3 ബ്രദേഴ്സിനെയും ഒരുമിച്ച് ഫ്രീ ആയി കിട്ടില്ല എന്ന് അറിയുന്നതുകൊണ്ട് തന്നെ ഓരോ ഡേയും ഓരോ ബ്രദറിന്റെ കൂടെയാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. സോ ടുഡേ ഈസ് സെക്കൻഡ് ബ്രദേഴ്സ് ഡേ. ലാസ്റ്റ് 2 തവണയും ബീച്ചിൽ രാത്രി പോയോണ്ട് തന്നെ ഇന്ന് വെളിച്ചത്തിൽ പോയി വെള്ളത്തിൽ ഇറങ്ങാം എന്നൊരു പ്ലാനാണ്. ബീച്ച് എന്ന് കേട്ടപ്പോൾ തന്നെ എന്റെ കൂടെ ചാടി പോകുന്നതാണ്. ഞങ്ങൾ കാണാനാണ് വന്നിട്ടുണ്ടെങ്കിലും മൂപ്പരാൾ ഫുൾ ടൂൾസ് ആയിട്ടാണ്. വെള്ളം നല്ല ക്ലിയർ ആണ്, നല്ല തണുത്ത കാലാവസ്ഥയാണ്. സോ മൊത്തത്തിലൊരു റിലാക്സ്ഡ് ആംബിയൻസ് ആയിരുന്നു. ഷർട്ടും ജീൻസ് ഒക്കെ ഇട്ട് വന്നോണ്ട് തന്നെ ദൂരെ നിന്ന് ആസ്വദിക്കലേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് നെക്സ്റ്റ് ടൈം എന്തായാലും ഇവിടെ വന്ന് ചാടും. സോ ആദ്യം ഒരു വീടുണ്ടാക്കി, പിന്നെ അതിന്റെ ചുറ്റും ഒരു കുളം ഉണ്ടാക്കി, പിന്നെ അവസാനം അതൊക്കെ പൊളിച്ചിട്ടിട്ട് ഞങ്ങൾ ഇങ്ങ് പോന്നു. ആൻഡ് ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ബി ലബാൻ ആണ് കേട്ടോ. ബി ലബാൻ ഇൻസ്പയർ ആയിട്ട് ഒരുപാട് ബ്രാൻഡ്സ് സ്റ്റാർട്ട് ചെയ്തൊക്കെ കഴിച്ചു നോക്കിയിട്ടുണ്ടെങ്കിലും ഇന്നാണ് നമ്മൾ ഇതിന്റെ ഒറിജിനൽ വേർഷൻ കഴിക്കാൻ പോകുന്നത്. ആക്ച്വലി ഇവിടെ വരുന്നതിന് മുന്നേ ഇവിടുത്തെ മെനുവിനെ കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടായിരിക്കണം. പക്ഷെ ആ ധാരണ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ റാൻഡം ആയിട്ട് 2 അങ്ങ് മേടിച്ചു. സോ നമ്മൾ ആദ്യം ട്രൈ ചെയ്തത് അവരുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ദുബായ് ചീസ് ബോംബ് ആണ്. നല്ല ഫ്രീസ് ആയിട്ട് ഇരുന്നോണ്ടാണോ എന്ന് അറിയില്ല, ഇറ്റ് വാസ് ബിറ്റ് ഹാർഡ്. അതുകൊണ്ട് ഈ സ്പൂൺ കൊണ്ട് കുത്തിയിട്ടൊന്നും കിട്ടുന്നില്ലായിരുന്നു. ആൻഡ് ഓവറോൾ എനിക്കത് അത്ര ഇഷ്ടമായില്ല. നെക്സ്റ്റ് വി ട്രൈഡ് ന്യൂട്ടല്ല ഫോബിയ ആൻഡ് ദിസ് വാസ് നൈസ്. ചോക്ലേറ്റും ചീസും റൈസ് പുഡിങ്ങും കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ ആയിരുന്നു. നല്ല സോഫ്റ്റ് ടെക്സ്ചറിലുള്ള കേക്കും കൂടിയാണ്. സോ ഇറ്റ്സ് ടേസ്റ്റി. പിന്നെ എന്താണ് ഇത് ഒറ്റക്ക് തിന്നലൊന്നും പോസിബിൾ അല്ല. കുറച്ചങ്ങ് തിന്നുമ്പോൾ തന്നെ അങ്ങ് മത്താവും. പിന്നെ ഒരു കുപ്പി വെള്ളം കുടിച്ചപ്പോഴാണ് ഒന്ന് ഓക്കെ ആയത്.